5 സുന്ദരികൾ. എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. അച്ഛാ, ഞാനിത് പറയാൻ വേണ്ടി അയാളുടെ അടുത്ത് ചെന്നതാ. അപ്പൊ അയാൾ സംസാരിക്കുന്നത് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന കാര്യത്തെ കുറിച്ചാ. അപ്പൊ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ വിട്ടു. പക്ഷേ അച്ഛനെ അയാള് ദൈവത്തെ പോലെയാ കാണുന്നേ. അച്ഛൻ ഒന്നും പറയണം പ്ലീസ് അച്ഛാ. പറഞ്ഞിട്ട് അനുസരിച്ചില്ലെങ്കിൽ കൽപ്പിക്കണം. ദൈവം കൽപ്പിച്ച അതിന് മേലെ വേറെ വല്ലതും ഉണ്ടോ അച്ഛാ? ഉണ്ടോ അച്ഛാ? പറ. എങ്ങനെ പറഞ്ഞാലും ശരി, നന്ദിനി ഇത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളുടെ മനസ്സിൽ രജിസ്റ്റർ ഓഫീസിൽ അന്ന് പത്മ വന്ന കാര്യങ്ങൾ കിടപ്പുണ്ട്. താൻ കാരണം ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് ഏതു നേരം ആഗ്രഹിക്കുന്നവളാ നന്ദിനി. അങ്ങനെയുള്ളവള് അച്ഛാ, എനിക്ക് ഒന്നും കേക്കണ്ട. എനിക്ക് യേശുമാരെ നടത്തണം. അതിനുള്ള സംഭവം അയാൾക്ക് വാങ്ങി തരണം പ്ലീസ്. അച്ഛൻ എന്തെങ്കിലും ഒരു നുണ പറ. നുണ പറയാനോ? പിന്നെ ഞാനോ? അച്ഛൻ അമ്മയോട് നുണ പറയാറുണ്ടല്ലോ, പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. എടാ, അങ്ങനെ നുണ പറയുന്നുണ്ടെങ്കിൽ അത് ആർക്ക് വേണ്ടിയിട്ടാടാ? നിനക്ക് വേണ്ടിയിട്ടാ. ഹരിശ്ചന്ദ്രനായിരുന്നു എന്നെ അത്യാവശ്യം നുണ പറയാനൊക്കെ പഠിപ്പിച്ചത് നീയാ. അക്കാര്യത്തിൽ എന്തായാലും നിനക്ക് അഭിമാനിക്കാം. എന്റെ പൊന്നച്ഛ, ഓക്കെ പക്ഷെ പഠിപ്പിച്ചത് ഞാനാണല്ലോ. അപ്പൊ ഗുരുദക്ഷിണ കിട്ടാൻ എനിക്ക് അവകാശമുണ്ടല്ലോ. ആ ഗുരുദക്ഷിണയായിട്ട് മതി. എന്റെ അച്ഛനല്ലേ, പൊന്നച്ഛനല്ലേ, ചക്കര കൂട്ടനല്ലേ, പ്ലീസ് അച്ഛാ, എനിക്കൊരു രജിസ്റ്റർ വിവാഹം നടത്തിത്താ പ്ലീസ്. നിന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലോടാ. അതെ, എനിക്ക് ഈ വീട്ടിൽ എന്തെങ്കിലും പറയാനുള്ളത് അച്ഛനോടല്ലേ. അച്ഛാ, അയാൾക്കെതിരെ ആരെങ്കിലും പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താലും കോടതിയിൽ പോയാലും അയാളുടെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെടും അച്ഛാ. അത് പാടില്ല അച്ഛാ. അയാൾ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണം. അയാളൊരു പാവല്ലേ അച്ഛാ. അപ്പൊ അയാളെ ഞാൻ സ്നേഹിക്കണ്ട അച്ഛാ. സ്നേഹം വേണ്ടതാ. എങ്കില് അച്ഛനിത് സമ്മതിപ്പിക്കുകയും വേണം. ഓക്കെ, എല്ലാ അച്ഛനും ഓക്കെ. അച്ഛന് ഇത് നടത്തി തന്നേ പറ്റൂ. അച്ഛാ, ഞാൻ ധൈര്യമായിട്ട് കിടന്നുറങ്ങാൻ പോവാ. ഗുഡ് നൈറ്റ്. എന്നാ ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. ഓക്കെ അല്ലേ? ഓക്കെ ഗുഡ് നൈറ്റ്. സൂക്ഷിച്ച് പേടിക്കണ്ട, ഐ എം ഇൻ കൺട്രോൾ. അപ്പൊ മറക്കണ്ട, നാളെ തന്നെ എല്ലാം ക്ലിയർ ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ്. അതെ, പിന്നെ അതിന്റെ ഭാര്യ ഉണ്ടല്ലോ, മിസ്സിസ് പത്മ യതീന്ദ്രൻ, ഉറക്കത്തിൽ പോലും അമ്മയുടെ കാതുകൾ വർക്ക് ചെയ്യും. സോ ബി കെയർഫുൾ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പാമ്പ് പോലെ ഇരിക്കുന്ന മാല. സൂര്യ, ഞാനേ രജിസ്ട്രേഷന്റെ കാര്യം പറയാനാ വിളിച്ചത്. നീ പുതിയ സ്ഥലം വല്ലതും വാങ്ങിച്ച? സ്ഥലോ? പിന്നെ എന്തിന്റെ രജിസ്ട്രേഷൻ ആടാ? ഇന്നലെ എന്നെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് നേരം വെളുത്തപ്പോഴേക്കും മറന്നോ? എടാ, നിങ്ങളെ രജിസ്റ്റർ മാരേജിന്റെ കാര്യോ? അയ്യോ എടാ, സോറിയടാ, ഞാൻ ഇന്നലെ ഉറങ്ങാൻ പോയതുകൊണ്ടേ ഞാൻ കിടന്നു പോയി. നീ കാര്യം പറ. സത്യം പറ, ഈ രജിസ്റ്റർ മാരേജിന്റെ കാര്യം നീ തമാശ കളിക്കല്ലേ? അയ്യോ, ഗോഡ് പ്രോമിസ്, ഐ എം സീരിയസ്. നീ പറഞ്ഞേ, എന്തൊക്കെ സംഭവിച്ചു? നീ പറഞ്ഞതുപോലെ വിവാഹത്തിനുള്ള അപേക്ഷ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തു. എല്ലാ ഡോക്യുമെന്റ്സും അപ്ഡേറ്റും ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. നീ നന്ദിനിയോട് സംസാരിച്ചോ?
അയാളോട് സംസാരിക്കാൻ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അയാൾ ഇവിടുന്ന് പോകുന്ന കാര്യം സംസാരിക്കുന്നത്. പിന്നെ എങ്ങനെയാ? പിന്നെ എങ്ങനെയാടാ ഇത് നടക്കുന്നത്? എല്ലാം ഞാൻ ക്യാൻസൽ ചെയ്യട്ടെ? വേണ്ട പറയണത്. അച്ഛനെ അയാളോട് സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ നന്ദിനിയോട് സംസാരിച്ച് എല്ലാം ഓക്കെ ആക്കിക്കോളും. എനിക്ക് ഒരു വിശ്വാസവും തോന്നുന്നില്ല. എടാ, എന്നെ നീ വിശ്വസിക്കണ്ട, അച്ഛനെ നിനക്ക് വിശ്വസിക്കാലോ. എടാ, ഇതിന്റെ സീരിയസ്നെസ് മുഴുവൻ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആവൂടാ? എന്നാ ശരി. ഇപ്പൊ നമ്മൾ ഒഫീഷ്യലായിട്ട് അപേക്ഷ കൊടുത്തു കഴിഞ്ഞു. ഇനിയുള്ള പ്രൊസീജിയർ എന്തെന്ന് പറഞ്ഞാൽ രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് അവർ പത്രപരസ്യം ചെയ്യും. പത്രപരസ്യോ? ആ, ഇത്തരം കാര്യങ്ങളൊക്കെ അവരത് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു കുഴപ്പമുണ്ടല്ലോ. പത്രത്തിലെ നോട്ടിഫിക്കേഷൻ കണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള എതിർപ്പുകൾ രജിസ്ട്രാർ ഓഫീസിൽ അങ്ങനെ എത്തുകയാണെങ്കിൽ പിന്നെ കല്യാണം നടക്കില്ല. അത് പ്രശ്നമാവും. അങ്ങനെ പറഞ്ഞ ഇപ്പൊ എന്ത് ചെയ്യും? എടാ, ആരെങ്കിലും കണ്ട് എതിർപ്പ് പറഞ്ഞാലേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു 2-3 ദിവസത്തിനുള്ളിൽ വിവാഹം നടക്കും. എടാ, ഹെവി റിസ്ക് ആണത്. അതെ, അതൊക്കെ മറികടന്നാലേ ഈ വിവാഹം നടക്കൂ. മറികടക്കാതെ നിവൃത്തിയില്ലല്ലോ. എടാ, നമുക്കെന്തായാലും മുന്നോട്ട് പോവാം. വരുന്നിടത്ത് വെച്ച് കാണാം. നീ വീണ്ടും മദ്യം കഴിച്ചു കഴിയുമ്പോ ഇതെല്ലാം കൂടി മറന്നു കളയരുത്. ഇനി വീണ്ടും ഈ ചാൻസ് നഷ്ടപ്പെട്ടു പോയാലേ പിന്നെ ജീവിതകാലത്ത് ഒരിക്കലും നിങ്ങളുടെ രജിസ്റ്റർ മാരേജ് നടക്കില്ല. എടാ, രാവിലെ തന്നെ വിളിച്ച് ശപിക്കാതെടാ. നീ ഒരു കാര്യം ചെയ്യും, അച്ഛനത് പറഞ്ഞില്ലോ ഞാൻ അറിയട്ടെ, എന്നിട്ട് തിരിച്ചു വിളിക്കാൻ തന്നെ. അല്ലെങ്കിൽ വേണ്ട, ഞാനേ ഫ്രഷ് ആയിട്ട് നിന്റെ അടുത്തേക്ക് വരാം. ഓക്കെ? ആ, ശരി. അച്ഛൻ സമ്മതിപ്പിച്ച് കാണുമോ? നോക്കാം. മോളെ, എന്താ സർ? മോളോട് എനിക്ക് കുറച്ച് ഗൗരവമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ സർ? മോളെ, നിന്നെ നിർബന്ധപൂർവ്വം ഇവിടെ പിടിച്ചു നിർത്തുമ്പോൾ സൂര്യയുടെ മാറ്റമാണ് എന്റെ ലക്ഷ്യം. കാര്യം ശരിയാ, സൂര്യയുടെ മദ്യപാന സ്വഭാവത്തിൽ ഇതുവരെ മാറ്റമൊന്നും വന്നിട്ടില്ല.